ഇതാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോകുന്നു ഞങ്ങൾ. പച്ചക്കറി സാധനങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം അതൊക്കെ വാങ്ങിക്കാൻ അതാ ഞങ്ങൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള മാർക്കറ്റിലേക്ക് പോകട്ടോ. മാർക്കറ്റ് പറയാൻ പറ്റില്ല, ചെറിയ കടയിൽ പച്ചക്കറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേ ഒക്കെ ഒന്ന് വാങ്ങിക്കാൻ ഞങ്ങൾ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോൾ പച്ചക്കറി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചപ്പം നമ്മളവിടെ ഒരു ബേക്കറി ഉണ്ട്. അപ്പം ബേക്കറിയിൽ നമ്മൾ അവിടുത്തെ ഒരു അടിച്ച ചായയും ഒരു പഴംപൊരിയൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഏട്ടൻ ചായയും പഴംപൊരിയും അങ്ങനെയൊക്കെ കഴിച്ചു. ഞാൻ അവിടെ വന്നിട്ട് എൻ്റെ ഫേവറേറ്റാണ് ഫലൂഡ കേട്ടോ. അപ്പം മാംഗോ ഫലൂഡ എന്ന് കണ്ടപ്പം ഞാനത് അവിടുന്ന് കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മാംഗോ ഫലൂഡ ഞാൻ ആദ്യമായിട്ട് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഏട്ടൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ല. അപ്പോൾ എനിക്ക് തന്ന സാധനം കേട്ടോ ചട്ടി. അപ്പോൾ ചട്ടി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സംഭവം കേട്ടോ. അപ്പോൾ എത്ര കിട്ടിയാലും എനിക്ക് മതിയാവില്ല കേട്ടോ. അങ്ങനത്തെ മൺകലത്തിലുള്ള അതിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതാ അമ്മ അവിടെ നമ്മുടെ അവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാട്ടോ. നമ്മളാരും കുഴിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഉണ്ടായ പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറിച്ച് അവിടെ സിറ്റ് ഔട്ട് നമ്മൾ പോയി വരുന്നപ്പോഴത്തേക്ക് കൊണ്ടുവച്ചു. അപ്പം ഞാൻ അത് സിറ്റ് ഔട്ടിൽ കണ്ടപ്പം ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പം നിങ്ങൾ അവിടെ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ പഴുത്തപ്പോൾ അവിടെ കൊണ്ടുവച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ കുഴിച്ചിട്ടല്ല കേട്ടോ. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുകയേ ഇല്ലേ, തന്നെ പടുവളം മുളയ്ക്കാന്നൊക്കെ പറയുമല്ലോ, തന്നെ മുളച്ചുണ്ടായതാട്ടോ ഒരു തെങ്ങിൻ്റെ വീട്ടിൽ. അപ്പം അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴുക്കാറുണ്ടായിമെന്ന്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ചക്ക. അപ്പം നാട്ടിൽ നിന്ന് വന്ന സമയത്തൊക്കെ ചക്ക മൂത്തിട്ടൊന്നും ഉണ്ടായില്ലായിരുന്നേ. ഇപ്പോൾ ഏകദേശമൊക്കെ മൂത്തൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചക്ക അങ്ങനെ പിന്നെ മേലെ ഉണ്ട് കേട്ടോ, ഏറ്റവും മേലെ. അപ്പോൾ നമുക്കെടുക്കാൻ വലിയ പാടാണ്. എന്നിട്ട് അത് പഴുത്തിട്ട് തന്നെ താഴെ വീഴുക കേട്ടോ ചെയ്യുക. അപ്പം ഭയങ്കര സങ്കടം തോന്നും. ഇവിടെ ഡൽഹിയിൽ നിൽക്കുന്ന സമയത്ത് അയ്യോ ചക്ക കിട്ടിയാൽ മതിയേ എന്നൊക്കെ വിചാരിച്ചാൽ പോവുക കേട്ടോ. ഇപ്പോൾ ചക്ക ഉണ്ടായി നോക്കിയപ്പോൾ പിന്നെ എന്താ പറയുക, തിന്നാനും വേണ്ട എന്നുള്ളൊരവസ്ഥയായി. അപ്പോൾ മുരിങ്ങയില കണ്ടോ, വീടിനോട് ചേർന്നിട്ട് മുരിങ്ങേൻ്റെ ഇലയൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാനൊക്കെ വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ ഇവിടെ ഒരു പൂവുണ്ടായ കണ്ടോ. ഈ പൂവിന് എന്താ പേരൊന്നും അറിയില്ല. അമ്മേൻ്റെ പിന്നെ ഗാർഡനിൽ ഉണ്ടായതാട്ടോ. അത് കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ ഞാനൊന്ന് അതും ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എന്ത് രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരും ചെയ്തു കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ആ പപ്പായ മുറിച്ചു കേട്ടോ. അധികം പഴുത്താൽ ഞങ്ങൾക്ക് ആർക്കും അത്ര വലിയ ഇഷ്ടമല്ലേ. അപ്പം ഞങ്ങൾ ആ വേഗം വന്നിട്ട് തന്നെ ആ പപ്പായ വേഗം മുറിച്ചു കിട്ടോ. അപ്പോൾ അധികം പഴുക്കാത്തതായതുകൊണ്ട് എല്ലാവർക്കും അതാണ് ഇഷ്ടം. കൂടുതൽ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചീഞ്ഞതാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ തന്നെ ഞാനത് അങ്ങോട്ട് മുറിച്ചെടുത്തു നന്നായിട്ട്. അപ്പം മുറിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്കതധികം പിന്നെ എന്താ പറയുക ഇങ്ങനെ ഉള്ളിലിങ്ങനെ ചീഞ്ഞിട്ടില്ല എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം അതൊക്കെ പീലർ കൊണ്ട് പീൽ ചെയ്തെടുത്തു. ഞങ്ങൾ വേഗം എടുത്ത് മുറിച്ച് അത് കഴിച്ചു കിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ചെറുതാണെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നാടൻ പപ്പായല്ലേ, പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇടാത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. മറ്റേ ഡൽഹിയിലൊക്കെ ആകുമ്പോൾ ഞാൻ എപ്പോഴും പുറത്തുനിന്ന് വാങ്ങിക്കാറാണ് ചെയ്യാറ്. പപ്പായ മിക്ക സമയത്തും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്യുക. അതാണ് ചിലപ്പോൾ നല്ലത് കിട്ടും, ചിലപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവാറുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ആ മുറിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല കറുത്ത കുരു കേട്ടോ. ആ കുരു അപ്പോൾ അമ്മ പറയും ചെയ്യുന്നുണ്ട്, ആ കുരു എടുത്തിട്ട് വെറുതെ ഇങ്ങനെ പാകിയിട്ടോ, നമ്മൾ കുഴിച്ചിട്ടാൽ ചിലപ്പോൾ ഉണ്ടാവില്ല പറഞ്ഞിട്ട് ഞാൻ ആ കുരുവൊക്കെ എടുത്തിട്ട് പിന്നെ പറമ്പിൽ കൊണ്ട് പാകിയിട്ട് കേട്ടോ. മഴക്കാലത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ കഴിച്ചു. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ കുഞ്ഞു വീഡിയോ.